അരുവിക്കര ഇത്തവണയും ഇടതിനൊപ്പമെന്ന് ഉറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ. മണ്ഡലത്തിൽ ആദ്യ റൗണ്ട് പ്രവർത്തനം പൂർത്തിയാക്കിയ ആവേശത്തിലാണ് ഇടതുമുന്നണി. UDF-നായി VS ശിവകുമാറും NDA-ക്കായി വിവേക് ഗോപനും മത്സരിക്കുന്നു. ഇടക്കാലത്ത് നഷ്ടമായ മണ്ഡലമാണ് ജി സ്റ്റീഫൻ എന്ന ജനകീയനിലൂടെ ഇടതുമുന്നണി കഴിഞ്ഞ തവണ തിരിച്ചുപിടിച്ചത്. സ്റ്റീഫന്റെ ജനകീയ സാന്നിധ്യം ഇത്തവണയും മണ്ഡലത്തിൽ ഗുണമാകും എന്നു തന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ നഷ്ടമായ സ്റ്റീഫൻ പിന്നീട് കഴിഞ്ഞത് പാർട്ടി ഓഫീസിലായിരുന്നു. 5-ാം വയസ്സിലാണ് അമ്മയെ നഷ്ടമാകുന്നത്. കൂലിപ്പണിക്കാരനായ അച്ഛൻ 9-ാം വയസ്സിലും സ്റ്റീഫനെ വിട്ടുപോയി. അനാഥനായ സ്റ്റീഫന് പിന്നീട് CPIM ആണ് താങ്ങും തണലുമായി മാറിയത്. ചെറിയ പ്രായം തൊട്ടേ, വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം തൊട്ടേ എന്നെ ഏറ്റെടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. അല്ലെങ്കിൽ പാർട്ടിയുടെ ചിറകിനടിയിൽ പോയി ഞാൻ അഭയം പ്രാപിച്ചു എന്നുള്ളതാണ് സത്യം. ആഫീസിൽ ദീർഘകാലം കിടന്ന് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പാർട്ടിയാണ് ഈ സ്ഥാനങ്ങളെല്ലാം തന്നതെന്ന് പുറമെ പാർട്ടി സഖാക്കളാണ് അന്ന് എൻ്റെ കുടുംബം. ഇന്നും അങ്ങനെ തന്നെ. അവരുടെ സംരക്ഷണയിലാണ് വളരാൻ വേണ്ടി കഴിഞ്ഞത്. അത് എന്നിലെ കമ്മ്യൂണിസ്റ്റുകാരനെ ഒരു പരുവപ്പെടുത്തുന്നതിൽ ഒരു പങ്ക് വഹിച്ചു. ഇടതു സർക്കാർ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസനങ്ങൾ വോട്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണിയും സ്ഥാനാർത്ഥിയും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 നടന്ന 15-ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അരുവിക്കര മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റി എന്തൊക്കെയാണോ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്, ആ അവതരിപ്പിച്ച വിഷയങ്ങളിൽ ഒട്ടുമുക്കാൽ കാര്യങ്ങൾക്കും 100% ഞാൻ അവകാശപ്പെടുന്നില്ല, ഏകദേശം ഒട്ടുമുക്കാൽ കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ 16-ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച KS ശബരിനാഥനെ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ഇത്തവണ മാറ്റി. UDF-നായി VS ശിവകുമാറാണ് മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. മുന്നണിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും BJP കോൺഗ്രസ് ഡീൽ ആരോപണങ്ങളും മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ്. അരുവിക്കര നിയോജക മണ്ഡലത്തിൽ ഈ പ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണി വൻ വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അരുവിക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ ഉണ്ടാക്കിയ മുന്നേറ്റം BJPക്ക് പിന്നീട് ഒരിക്കലും നിലനിർത്താനായില്ല. ഓരോ തിരഞ്ഞെടുപ്പിലും BJP വോട്ടുകൾ മണ്ഡലത്തിൽ കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത്തവണ വിവേക് ഗോപനാണ് NDA സ്ഥാനാർത്ഥി. ഇടതുപക്ഷത്തിന് വളക്കൂറുള്ള മണ്ഡലമാണ് അരുവിക്കര. ഇടക്കാലത്ത് കൈവിട്ടുപോയ മണ്ഡലം ജി സ്റ്റീഫനിലൂടെ LDF തിരിച്ചുപിടിച്ചു. ഇടതു സർക്കാരിന്റെ വികസന നേട്ടങ്ങളും സ്റ്റീഫന്റെ ജനകീയതയും ഇത്തവണയും വോട്ടാകും എന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.